കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഉപാസന. എന്നാൽ ഇതൊരു പ്രാർത്ഥനയോ വഴിപാടോ ആണെന്ന് ചിലരെങ്കിലും കരുതാറുണ്ട്. എന്നാൽ എന്താണ് ഉപാസന എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. വെറും പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കപ്പുറം നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് ഉപാസന. സംസ്കൃതത്തിൽ ഉപ എന്നാൽ അടുത്തും ആസന എന്നാൽ ഇരിക്കുക എന്നുമാണ് അർത്ഥം. അതായത് ഇഷ്ടദേവന്റെ അടുത്ത് ഇരിക്കുക എന്നർത്ഥം. ദേവന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സുകൊണ്ട് ആ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. അതായത് ഉപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു പാവ സങ്കല്പിക്കുക. അത് കടലിൽ ഇറക്കിയാൽ എന്ത് സംഭവിക്കും? ഉപ്പേത് കടലേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അല്ലേ? അതുപോലെ നമ്മളും ഈശ്വരനും തമ്മിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. പലരും ചോദിക്കാറുണ്ട്, പ്രാർത്ഥനയും ഉപാസനയും ഒന്നാണോ എന്ന്. അല്ല എന്നതാണ് ഉത്തരം. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിനോട് എന്തെങ്കിലും ആവശ്യപ്പെടും. എനിക്ക് നല്ല ജോലി തരണേ, നല്ല വീട് തരണേ എന്നൊക്കെ. എന്നാൽ ഉപാസനയിൽ ആവശ്യങ്ങളില്ല. അവിടെ സ്നേഹവും സമർപ്പണവും മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി അമ്മയുടെ അടുത്തിരിക്കുന്നത് പോലെ യാതൊരു നിബന്ധനകളുമില്ലാതെ ആ ചൈതന്യത്തെ സ്നേഹിക്കുന്നതാണ് ഉപാസന. ആ ദേവത നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം കണ്ടറിഞ്ഞ് നൽകും. ഉപാസന എങ്ങനെ ചെയ്യാം? ഉപാസനയ്ക്ക് 3 പ്രത്യേക തലങ്ങളുണ്ട്. ഒന്നാമത്തേത് ശാരീരികം, അതായത് പൂജകൾ ചെയ്യുക, ശാരീരിക അച്ചടക്കം പാലിക്കുക തുടങ്ങിയവ. രണ്ടാമത്തേത് വാചികം, മന്ത്രങ്ങൾ ഉരുവിടുക, സ്തോത്രങ്ങൾ ചൊല്ലുക, ജപം മുതലായവ. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും മാനസികം. ബാഹ്യമായ പൂജകൾ, ജപങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മനസ്സുകൊണ്ട് ദേവതയെ ധ്യാനിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ, അത് ഞാൻ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു എന്ന അർപ്പണഭാവത്തോടെ ചെയ്യുക. അങ്ങനെ നിരന്തരമായ ഉപാസനയിലൂടെ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭയവും ഉത്കണ്ഠയും മാറി ജീവിതത്തിൽ വലിയൊരു ആത്മവിശ്വാസം ലഭിക്കും. ഈശ്വരൻ പുറത്തെവിടെയോ ഉള്ള ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രകാശമാണെന്ന് തിരിച്ചറിയാൻ ഉപാസന സഹായിക്കും. ശാരീരികവും വാചികവുമായ ഉപാസന നിരന്തരം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് മാനസികമായ ഉപാസനയിൽ എത്തിച്ചേരാൻ കഴിയൂ എന്നത് പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.